ഈ PUC ലൈവ് ആപ്പ് എന്നുള്ള ഈ ആപ്പ് ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ വാട്സപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് ഓപ്പൺ ചെയ്യാം. അത് ഇതുപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും, ആ മെസ്സേജ് കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അപ്ഡേറ്റ്സ് എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഓപ്പൺ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ അതായത് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഓണായി കൊടുക്കണം. അതെല്ലാം ഓണായി കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ആവും. ചിലപ്പോൾ ഇത് അൺഓതറൈസ്ഡ് ആണെന്നുള്ള മെസ്സേജൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഗൂഗിളിൽ പോയി അലോ എന്ന് കൊടുക്കേണ്ടി വരും. ഇങ്ങനെല്ലാം ഓണായി കഴിയുമ്പോൾ അത് ഇതുപോലെ വരും. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെൻറ്ററിൻ്റെ യൂസർ നെയിം ഏതാണോ പാസ്വേഡ് പിന്നെ ഈ ഫോൺ നമ്പറൂടെ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, അതും കൊടുത്തിട്ട് ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളോട് ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഷോപ്പിൽ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ലൊക്കേഷൻ എടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മളവിടെ RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് അത് ലോഗിൻ സക്സസ് എന്നുള്ള ഇത് വന്നതിന് ശേഷം ഒരു PUCൻ്റെ ആപ്പായിട്ട് അവിടെ വന്ന് നിൽക്കും. അതിൻ്റെ മുകളിൽ കണക്റ്റ് എന്നുണ്ടാവും. അപ്പോൾ അത്രേ ആവുള്ളൂ. അതിന് ശേഷം പിന്നെ ഇത് ആക്ടിവേഷൻ നടന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ച് ചെയ്യുക. കമ്പ്യൂട്ടറിൽ നമ്മളൊരു വണ്ടീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ ഫോൺ നമ്പറും കൊടുത്തു, വണ്ടീൻ്റെ ഇതും കൊടുത്തു. നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരു നമ്മുടെ മൊബൈലിലായിരിക്കണം. അപ്പോൾ മൊബൈലിൽ ഓട്ടോമാറ്റിക് വണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള വണ്ടി നമ്പർ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മൊബൈലിലേക്ക് ഇത് ആക്സസ് ചെയ്യും. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള 3 കോളങ്ങൾ വരും. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ വണ്ടീൻ്റെ ഫോട്ടോ എടുക്കുക, ബാക്ക് സൈഡ്. രണ്ടാമത്തത് നമ്മുടെ കടയുടെ ഷോപ്പിൻ്റെയും വണ്ടീൻ്റെ കൂടിയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക. പിന്നെ മൂന്നാമത്തെ കേസിൽ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്നത് വീഡിയോ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതും കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന ഓരോന്നായിട്ട് സബ്മിറ്റ് ഉണ്ടാവും. ആ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ടിക്ക് മാർക്ക് വരും. അതിന് ശേഷം ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് വരും. പിന്നെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യാം.